കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കേസിൽ മധ്യപ്രദേശിലെ മഹേശ്വർ സ്റ്റേഷൻ SHOയോട് റിപ്പോർട്ട് തേടി കോടതി. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് റിപ്പോർട്ട് തേടിയത്. CPIM നേതാക്കൾക്കെതിരെ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഷഫീദ് റാവുത്തറുണ്ട് തിരുവനന്തപുരത്ത്. ഷഫീദ്, കോടതി എന്താണ് ഈ പറയുന്ന മഹാരാഷ്ട്ര പോലീസിനോട് വിവരങ്ങൾ തേടിയത്, മധ്യപ്രദേശ് പോലീസിനോട്? സുഹേലിക്കാരെ നമുക്കറിയാം, വലിയ വിവാദമായിരുന്നു വൈറൽ പെൺകുട്ടിയായിട്ടുള്ള മൊണാലിസ ഭോസ്ലെ. കേരളത്തിലെ ഈ അരുമാനൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വിവാഹം ചെയ്ത സംഭവം, അതിനുശേഷം അത് നിയമപരമല്ല വിവാഹം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ വിവാദങ്ങൾ നടന്നതാണ്. മാത്രമല്ല സംസ്ഥാന പോലീസ് മേധാവിയൊക്കെ ഇക്കാര്യത്തിൽ നേരിട്ട് ഹാജരാകേണ്ട സാഹചര്യം മുൻപ് നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഈ CPM നേതാക്കൾക്കെതിരെ അഭിഭാഷകനായ നാഗരാജ് ഒരു ഹർജി തിരുവനന്തപുരം പോക്സോ കോടതിയിൽ നൽകിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശൈശവ വിവാഹത്തിന് പ്രേരിപ്പിച്ച വിവാഹം ചെയ്യിപ്പിച്ചു എന്നുള്ളതായിരുന്നു ആ ഹർജി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തിരുവനന്തപുരം പോക്സോ കോടതി ആ ഹർജി പരിഗണിക്കവെയാണ് ഇതുമായി ബന്ധപ്പെട്ട മധ്യപ്രദേശിലെ മഹേശ്വർ പോലീസ് സ്റ്റേഷൻ SHOയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ പറയുന്നത് ഈ പെൺകുട്ടി വിവാഹം പ്രായപൂർത്തിയായെന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് മെയ് 20-ന് ഹാജരാക്കണം എന്നുള്ളതായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതേപോലെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, ആക്ടിംഗ് ജില്ലാ സെക്രട്ടറി A റഹീമ, പൂവാർ, അരുമാനൂർ നയനാർ ദേവക്ഷേത്രം പ്രസിഡന്റ് N ഹരീന്ദ്രൻ, സെക്രട്ടറി അജിത് കുമാർ അടക്കമുള്ള ആളുകൾക്കെതിരെയാണ് ഈ ഹർജി പോയത്. കൂടാതെ ഈ പെൺകുട്ടിയുടെ ഭർത്താവും ഉത്തർപ്രദേശ് സ്വദേശിയുമായിട്ടുള്ള മുഹമ്മദ് ഫർമാൻ ഖാനെതിരെയും ഈ കേസിൽ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. സുഹേഷ്, ശരി, എന്തായാലും മധ്യപ്രദേശ് SHOയോട് സംഭവങ്ങളുടെ നിശ്ചിതി അന്വേഷിച്ചുകൊണ്ടായിരിക്കണം കോടതി ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.